പ്രശോഭിതം ഈ ജീവിതം. ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം. ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരു കൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ മാലാഖമാർ. സ്വന്ത വേദനയതെല്ലാം മറന്ന സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് വളരെ സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഏലിയ 40 പകലും 40 രാവും നടന്ന്
കർത്താവിൻ്റെ മലയായ ഹോർബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് ഏലിയായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുന്നു. ദൈവം ചോദിക്കുന്നു, ഏലിയ, നീ എന്തെടുക്കുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീഷ്ണതയാൽ എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണ്. അതെ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീഷ്ണതയാൽ, യേശുവിനെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഡൽഹി നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു നേഴ്സിനെ നമുക്കിന്ന് ഈ നേഴ്സസ് ടൈമിലൂടെ പരിചയപ്പെടാം. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ കഴിഞ്ഞ 25 വർഷമായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ഡാർലി. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 30 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് ആൻ്റണി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു മോളുണ്ട്. മോള് ട്രിവാൻഡ്രത്ത് ലോയോള കോളേജിൽ MSW പഠിക്കുകയാണ്. മോള് ഏഞ്ചൽ എന്നാണ് പേര്. ഡാർലി സുഖമാണല്ലോ? അസുഖമായിരിക്കുന്നത്. ഡാർലി, ഈ ദൈവരാജ്യ സ്നേഹ അനുഭവത്തിലേക്ക് കടന്നു വന്നത് ചെറുപ്പം മുതലാണോ അതോ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിന് ശേഷമാണോ? അഡ്വാൻസ് എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 8 പേരാണ്. എൻ്റെ നാട്ടിൽ ഞങ്ങൾ മൂവാറ്റുപുഴ കല്ലുക്കാട് തഴുകുന്ന ഇടവകയാണ് ഞാൻ. അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഞാൻ ഒത്തിരി തിരക്കും ഒക്കെയുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങൾ കാരണം 8 മക്കളുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലും. എല്ലാ ദിവസങ്ങളും ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും, വിശ്രമാനി പങ്കുള്ളൂ. പക്ഷേ ഇട ദിവസങ്ങളിലൊന്നും ഞങ്ങൾ പള്ളിയിൽ പോകുന്ന ഒരു ശീലം ഞങ്ങൾക്ക് അന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചെറുപ്പകാലങ്ങളിൽ ഞാൻ വലിയ വിശ്വാസം ഞങ്ങൾക്ക് വലിയൊരു വിശ്വാസമൊന്നും ആയിരുന്നില്ല. സാധാരണ നോർമലായിട്ടുള്ള വിശ്വാസമായിരുന്നു. പിന്നെ ഒത്തിരി ഞാൻ സിനിമ കാര്യങ്ങളോടൊക്കെ ഭയങ്കര അഡിക്ഷൻ ഉണ്ടായിരുന്ന ആളാണ്. മിക്കവാറും തന്നെ സിനിമകളൊക്കെ അതിൻ്റെ ഫസ്റ്റ് ഷോ കാണുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പകാലങ്ങളിൽ. അൽഫോൻസ, പിന്നീട് എപ്പോഴായിരുന്നു ഡാർലി ഈ ആത്മീയ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ്? അതെപ്പോഴാണ്? അൽഫോൻസ, ഞാൻ നാട്ടിൽ പഠിച്ചത് നഴ്സിംഗ് പഠിച്ചത് എറണാകുളത്ത് മെഡിക്കൽ ഫെസ്റ്റാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ അവിടെ 93-ൽ വന്ന് ഇവിടെ 93-ലാണ് ഓൾ ഇന്ത്യയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത്. 93 തൊട്ട് 95 വരെ ഞാൻ ഇവിടെ വർക്ക് ചെയ്തു. 95 ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയി. 95 സെപ്റ്റംബർ 4-ലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡ് 3 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ച് സൗദിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഹസ്ബൻഡ് പോയതിന് ശേഷം ഞാൻ താമസിക്കുന്നത് ഇവിടെ നേഴ്സസ് ഹോസ്റ്റലിലായിരുന്നു താമസിക്കുന്ന സമയത്ത് അവിടെ എല്ലാ നേഴ്സസ് ഹോസ്റ്റലിൽ എല്ലാ ആഴ്ചയും പ്രെയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രെയർ മീറ്റിങ്ങിന് മിക്കവാറും തന്നെ പിള്ളേരെന്നെ വന്ന് വിളിക്കും, ചേച്ചി എല്ലാ പ്രെയർ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞ് വിളിക്കുമായിരുന്നു. എല്ലാ ദിവസവും ചെല്ലാതിരിക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ദിവസം പ്രെയർ മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഞാൻ ചെന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചാണ് പ്രെയർ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ഒരിക്കലും ഞാനങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന ഒരാളിലിരുന്ന് ഞാനങ്ങനെ ഇരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞാൽ ഒത്തിരി സിനിമയോടൊക്കെ താല്പര്യം, അങ്ങനെയുള്ളൊരു ലൈഫായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായി. പിന്നെ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ആ കൊച്ചു എന്നെ, ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടുത്ത ആഴ്ച ആ കൊച്ചു എന്നെ കൊണ്ടാണ് ലീഡ് ചെയ്യിപ്പിച്ചത്. അങ്ങനെ ഒരു അനുഭവമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ. പിന്നീട് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു സിസി എന്ന് പറയുന്നൊരു കൊച്ചുണ്ടായിരുന്നു. അവൾ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് ഫുൾ ടൈമർ കോഴ്സ് കൂടാൻ വേണ്ടി നാട്ടിൽ പോയി. അപ്പോൾ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആ കൊച്ചു പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്നൊരു സെൽ ഗ്രൂപ്പ് ഉണ്ടാക്കണം. ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ നല്ലതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് വളരാനൊക്കെ ആയിട്ട്. കാരണം വലിയൊരു ഗ്രൂപ്പിലൊന്നും പോയി പ്രാർത്ഥിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അൽഫോൻസ. അപ്പോൾ ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് 4 ഗ്രൂപ്പുള്ള ഒരു 4-5 പേരുണ്ടായിരുന്നു ഗ്രൂപ്പായിട്ട്. ഒരു 5 ഗ്രൂപ്പ് ഉണ്ടാക്കി 4 പേര് വെച്ചുള്ള. അങ്ങനെ ആ ഒരു പ്രാർത്ഥന എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒരു 10 മണി തൊട്ട് മിക്കവാറും ഒരു 12 വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു സെൽ ഗ്രൂപ്പിലൊക്കെ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഹോസ്റ്റലിൽ 1996 നവംബർ 28-ാം തീയതിയാണ് നമ്മുടെ ഹോസ്റ്റലിൽ ഒരു അക്രൈസ്തവയായിട്ടുള്ള പെൺകുട്ടി വന്ന്, ജയ എന്നാണ് പേര്. അവൾ ആദ്യം അക്രൈസ്തവയായിരുന്നു, പിന്നീട് ഈശോയിലേക്ക് വന്നു. അപ്പോൾ കൊച്ചു വന്ന് പുള്ളിയുടെ ഈശോയുടെ ദർശനം കണ്ട അനുഭവം എല്ലാവരുമായിട്ട് ടെസ്റ്റ് മണി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മൾ പറഞ്ഞു, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ഞാൻ ഈശോയുടെ തിരുരക്തമൊന്നും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ അവൾ പ്രത്യേകിച്ച് പറഞ്ഞു, നമ്മൾ സെൽ ഗ്രൂപ്പ് കൂടുന്നത് വളരെ നല്ലതാണ്, പക്ഷെ എല്ലാവരും നമുക്ക് നിർബന്ധമായിട്ട് കുറച്ച് നേരം പേഴ്സണൽ പ്രയറിന് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പിൽ എൻ്റെ ഒരു കസിൻ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോളാണ്, അവളുടെ പേര് ബൈജു എന്നാണ്. ബൈജു ഇപ്പോൾ ദുബായിലാണ്. അപ്പോൾ ഞാനും ബൈജുവും അതുപോലെ വേറെ 2 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു സെൽ ഗ്രൂപ്പ് അല്പം ഷോർട്ടാക്കിയിട്ട് രാവിലെ പേഴ്സണൽ പ്രയർ ചെല്ലാം എന്ന് വിചാരിച്ച്
ഞങ്ങൾ അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ 29-ാം തീയതിയാണ് ഞാനും ബൈജുവും കൂടി ഞങ്ങൾ ഒരു കട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞങ്ങൾ അന്ന് സെപ്പറേറ്റ് ആണ്, ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാണ്. പക്ഷേ നമ്മൾ കൊന്ത ചൊല്ലി സെപ്പറേറ്റ് ആണ് കൊന്ത ചെല്ലുന്നത്. കാരണം രാവിലെ ഒരുമിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച് പോയാലോ എന്നോർത്ത് നമ്മൾ സെപ്പറേറ്റ് കൊന്ത ചെല്ലാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ശക്തമായിട്ടുള്ള റൂം കിടന്ന് കുലുങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഞാൻ പെട്ടെന്ന് കരയുന്ന സമയത്ത് എൻ്റെ ബൈജു പെട്ടെന്ന് ചോദിച്ചു, ഡാർലി എന്താ നീ കരയണം, എന്നെ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ മറ്റൊരു ലോകത്തിലേക്ക് ഞാൻ കടന്നു പോവുകയായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ആ ഒരു പ്രത്യേകമായിട്ടൊരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബൈജു എടുത്ത് വചനം വായിച്ചു. കിട്ടിയ വചനമാണ് ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 11 മുതൽ ഉള്ള വചനമാണ് കിട്ടിയത്. വചനത്തിൽ ഇങ്ങനെയായിരുന്നു: ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ വേണ്ടി അവരുടെ ദേശം നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചു എന്നാണ് വചനത്തിൽ വായിച്ചത്. അപ്പോൾ ഈ സമയത്ത് വചനം ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് പക്ഷേ അനങ്ങാൻ പറ്റാതെ ഞാൻ വേറൊരു ലോകത്തിലിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു. ഈശോ എൻ്റെ അടുത്ത് ചുമന്ന വെളുത്ത ഉടുപ്പിട്ട, ചുമന്ന ഷോളിട്ട, സ്വർണ്ണ തലമുറയുള്ള ഈശോ എന്നെ ചേർത്ത് വന്ന് പിടിച്ചു. ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ എനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈശോയോട് പറയാണ്, ഈശോ ഞാൻ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണേ? ഈശോ ഞാൻ കല്യാണം കഴിച്ചു പോയല്ലോ എന്ന്. കാരണം ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് 95-ലാണ്. അപ്പോൾ ഇത് 96-ആണ്. ആ സമയത്ത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ സിസ്റ്റർമാരാവുക അല്ലെങ്കിൽ അച്ഛന്മാരാവുക അതങ്ങനെയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഞാൻ എങ്ങനെ ജീവിക്കും ഈശോയ്ക്ക് വേണ്ടി? അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മോളെ നീ ഈശോ ചിരിച്ചോണ്ട് പറഞ്ഞു, മോളെ അത് സാരമില്ല, ബാക്കിയുള്ള സമയം മുഴുവൻ നീ എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന്. ഈ ഒരു സമയത്ത് ആ ഈശോയെ കണ്ടപ്പം ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടായി കാണും. ഒത്തിരി സന്തോഷം, ഒരിക്കലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ആ ഒരു സന്തോഷം അനുഭവിച്ചിട്ടുണ്ടല്ലേ? അൽഫോൻസ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത വലിയ ഒരു ആനന്ദത്തിലേക്ക് ഈശോ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അത് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല, അത് അനുഭവിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ന് 26 വർഷം കഴിഞ്ഞിട്ട് ഇന്നും അത് പറയുമ്പോൾ എൻ്റെ ഹൃദയം ജ്വലിക്കാറുണ്ട്. വലിയ ഒരു ആനന്ദവും ഒത്തിരി സന്തോഷവും എനിക്ക് ആ അവസ്ഥയിലൂടെ ഈശോ എന്നെ നടത്തുകയായിരുന്നു. 2 ദിവസം മുമ്പ് ഞാനൊരു പെൺകുട്ടിയെ കണ്ടു. അവൾ ഒരു 4 വയസ്സുള്ള കൊച്ചവൾക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ രണ്ടാമത് കൺസീവായി. അപ്പോൾ എന്നെ വഴിക്ക് വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൺസീവായിപ്പോയി, ഞാൻ മൂത്ത കൊച്ച് 4 വയസ്സുള്ളൂ, വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ അബോർഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, ഒരിക്കലും ചെയ്യല്ലേ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒത്തിരി നേരം അവൾക്ക് വേണ്ടി മുട്ടുകുത്തി കണ്ണീരൊഴുകി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ പിന്നീട് പിറ്റേ ദിവസം ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടു. എന്നോട് വന്നിട്ട് പെൺകുട്ടി പറഞ്ഞു, ഡാർലി ഞാൻ അത് ക്യാൻസൽ ചെയ്തു കേട്ടോ, ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ, കാരണം ഈശോ തന്നതല്ലേ, ഈശോയുടെ കാരുണ്യം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഈശോ ഈ സമയത്ത് ഈ പെൺകുട്ടി എന്നെ കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, മോളെ ഇവരെയൊക്കെ നീ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന് ഈശോ പറഞ്ഞു. അതിനുശേഷം ഈശോ പറഞ്ഞു, മോളെ ഡൽഹിയിൽ താമസിക്കാതെ ഒരു റിട്രീറ്റ് സെൻ്റർ ഉണ്ടാവും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അൽഫോൻസ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ദൈവം ഈശോ അടുത്ത് വന്നിരിക്കുകയാണ്, സത്യമാണോ എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമാണ്. അതിനുശേഷം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയോട് പറഞ്ഞു, ഈശോ എനിക്ക് സത്യമാണോ എന്നുള്ള അറിയില്ല, അപ്പോൾ സത്യമാണോ എങ്കിൽ എൻ്റെ ഈശോയെ എൻ്റെ കയ്യിൽ ഒന്ന് ഈശോ പിടിക്കുന്നതായിട്ട് എനിക്ക് വ്യക്തമാക്കി തന്നെ. ആ സമയത്ത് ഈശോ എൻ്റെ മടിയിലിരിക്കുന്ന എൻ്റെ കയ്യ് ഒരു നിമിഷം കൊണ്ട് എടുത്ത് പൊക്കി കൊണ്ടുപോയിട്ട് വ്യക്തമായിട്ട് നമ്മുടെ കയ്യിൽ എൻ്റെ പിടിച്ച് ഒരു വ്യക്തി പിടിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഈശോ പോയി. അത് വളരെ നിർവൃതിദായകമായ ഒരു നിമിഷമായിരുന്നല്ലേ ആ സമയങ്ങളൊക്കെ? പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒത്തിരി സന്തോഷമുള്ള ഒരു വലിയ നിമിഷങ്ങളായിരുന്നു. ഒത്തിരിയേറെ ആത്മീയ സ്വാതന്ത്ര്യം ആ സമയത്ത് അനുഭവിക്കാനായിട്ട് സാധിച്ചല്ലേ? കണിശമായിട്ട് അൽഫോൻസ. തീർച്ചയായിട്ടും. ഇത് ദാറ്റ് മീൻസ് യു ഫെൽ ഇൻ ലവ് വിത്ത് ഗോഡ്. ആ ഒരു സമയം മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള ആ ഒരു സമയത്ത് ഈ കർത്താവിനോട് ആ ഒരു വിശ്വസ്തത പുലർത്തി ജീവിക്കാനായിട്ട് സാധിച്ചു. അൽഫോൻസ, ഞാൻ അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതങ്ങളെല്ലാം കംപ്ലീറ്റ് എൻ്റെ ഈശോ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പഴയ കാലങ്ങളിലുള്ള സിനിമ കാര്യങ്ങൾ. ഇന്ന് 26 വർഷമായിട്ട് ഞാൻ ഒരിക്കൽ പോലും സിനിമ കണ്ടിട്ടില്ല. ആ ഒരു അവസരം എന്നെല്ലാം എൻ്റെ ഈശോ എന്നെ പൂർണ്ണമായിട്ടും മാറ്റി, ഈശോയ്ക്ക് വേണ്ടി എന്നെ മാറ്റുകയായിരുന്നു. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസങ്ങളിലും വിശ്രമാനി പങ്കുകൊള്ളുകയും പറ്റുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുകയും ഈശോയോടുകൂടി ആയിരിക്കാൻ ഒത്തിരി ശ്രമിക്കാറുണ്ട്. അതുപോലെ ഒത്തിരി പേർക്ക് വേണ്ടി ഈശോയുടെ വലിയ കാരുണ്യത്താൽ ഒത്തിരി പേരെ
ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ടും ഒത്തിരി പേര് അവർ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയും മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ജീസസ് യൂത്ത്, നേഴ്സസ് മിനിസ്ട്രിയിൽ, ഹോസ്പിറ്റലിൽ ഒത്തിരി നേഴ്സുമാർക്ക് വേണ്ടി, ഫാമിലികളിലൊക്കെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഈശോ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ആയിരുന്നല്ലോ കൂടുതൽ പ്രാർത്ഥിക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക, ഷെയറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഒത്തിരി പ്രാവശ്യം ഡാർലിയുടെ അടുത്ത് വരാറുണ്ടായിരുന്നല്ലോ. അപ്പം എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു അനുഭവം പറയാമോ? ഒരിക്കൽ ഞാനൊരു ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി വന്നു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞാൻ കൊച്ചോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി വലിയൊരു തഴക്കദോഷത്തിന് അടിമത്തത്തിന് കഴിയാണ്. അപ്പോൾ വളരെ നിരാശപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ? കാരണം അവർ ട്വിൻസാണ്, 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ബുദ്ധിമുട്ടിൽ അവർ കടന്നു പോകുന്ന ഒരു കാലമായിരുന്നു. അതുമൂലം അവരുടെ കുടുംബം മുഴുവൻ വിഷമിക്കുകയായിരുന്നു. ഇവരും പെൺകുട്ടികളും അവർ വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ഇനി ഈശോ സ്വീകരിക്കുമോ? ഈശോയ്ക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അവരെ വളരെ സ്നേഹത്തോടെ കരുതി, അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്, ഇനി നമ്മുടെ ജീവിതം ഈശോയ്ക്ക് കൊടുക്കുക ഒക്കെ പറഞ്ഞ് വളരെ ആശ്വസിപ്പിച്ച് അവർ 2 പേരും വന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർ സന്തോഷമായിട്ട് പോവുകയും ഒക്കെ ചെയ്ത ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. അതുപോലെ ഞാൻ ഓർക്കുന്ന ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കുട്ടി എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാണ്, ഹസ്ബൻഡിന് എന്തോ കുടുംബത്തിന് ചെറിയ എന്തോ ഇഷ്യൂസാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ എൻ്റെ കെട്ടുസാരി എടുത്ത് കട്ടിൽ വെച്ചിരിക്കുകയാണ്, കെട്ടുസാരി തൂങ്ങി മരിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞു, മോളെ വിഷമിക്കല്ലേ പ്ലീസ്, 1 മിനിറ്റ്, ഞാനിപ്പോൾ തന്നെ എത്തിക്കോളാം. ഞാൻ പെട്ടെന്ന് അവളുടെ അടുത്തെത്തി. എത്തിക്കഴിഞ്ഞ് ഒത്തിരി കരഞ്ഞ് വിഷമിച്ച് ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ അവളെ ഒത്തിരി ചേർത്ത് പിടിച്ച് ഒത്തിരി സ്നേഹത്തോടെ കരുതി ഈശോയുടെ സ്നേഹം പറഞ്ഞു കൊടുക്കുകയും വളരെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ നിമിഷം വന്നില്ലായിരുന്നെങ്കിൽ കണിശമായിട്ട് ആത്മഹത്യ ചെയ്തേനെ. അങ്ങനെ ഒത്തിരി അനുഭവത്തിലൂടെ അവരെ ഒത്തിരി കരുതാനും സ്നേഹിക്കാനും. അപ്പോൾ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം അവൾ ഈശോയുടെ അടുത്തേക്ക് ഒത്തിരി സ്നേഹത്തോടെ വരികയും വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. അതെ ഡാർലി, ഞാൻ ജോലി മേഖലയിൽ പ്രത്യേകമായിട്ട് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അത് പേഴ്സണൽ ലെവലിലും അല്ലാതെ വാർഡിലെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് ഡാർലിയോട് പറയാം, ഡാർലിയുടെ കൂടെ ദൈവമുണ്ട്, ഇത് പരിഹരിക്കപ്പെടും എന്നൊക്കെ പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അക്രൈസ്തവരൊക്കെ, ഡാർലി ഒരു മദർ തെരേസ പോലെയാണല്ലോ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽഫോൻസ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഒത്തിരി പേരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും. നമുക്കറിയാമല്ലോ, ഞാൻ 30 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പലപ്പോഴും മറ്റുള്ളവർ നല്ല കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മുടെ ഈ ലൈഫിനകത്തുള്ളതാണല്ലോ. ചിലപ്പോൾ ജൂനിയേഴ്സ് ആയിരിക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, ഫാസ്റ്റല്ല ജോലി ചെയ്യുന്നത്, അങ്ങനെ പല കുറ്റപ്പെടുത്തലുകളും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് അൽഫോൻസ. കാരണം യാക്കോബ് സ്ലീഹയുടെ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വചനത്തിൽ പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന വിശുദ്ധ ലിഖിതത്തിൻ്റെ രാജകീയ നിയമത്തെ നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഉത്തമമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു. നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ നിയമം മുഴുവൻ അനുസരിക്കുകയും അവയിൽ ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ നിങ്ങൾ പാപം ചെയ്യുന്നു. എന്തെന്നാൽ കൊല്ലരുത് എന്ന് പറഞ്ഞവൻ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊല്ലുന്നില്ല, എന്നാൽ വ്യഭിചാരം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നു. അപ്പോൾ ഈശോ ഏറ്റവും കൂടുതൽ വചനത്തിലുള്ള ഏറ്റവും വലിയൊരു അത്രമാത്രം സ്നേഹത്തോടെ നമ്മളോട് കരുതലോടെ പറയുന്ന വചനമാണ്, രാജകീയമായിട്ടുള്ള നിയമമാണ് പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്തതിന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും ക്രിറ്റിസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അൽഫോൻസ. പ്രത്യേകിച്ച് ഞാനെപ്പോഴും പ്രാർത്ഥിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വചനം, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ സ്വർഗ്ഗസ്വമായ പിതാവിൻ്റെ മക്കളാണെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും അവരൊത്തിരി സ്നേഹത്തോടെ കാണാനും ശ്രമിക്കാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ഈശോ എങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുന്നത്? ഈശോ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താറില്ല. എല്ലാവരെയും ചേർത്തത് മറ്റൊരു ക്രിസ്തു ആവാനായിട്ടാണ് നമ്മുടെ വിളി. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എൻ്റെ ഈശോയെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കൃപ എനിക്കുണ്ടാവണം. ഈശോ എങ്ങനെ കാണുന്നു അതുപോലെ കാണാൻ എന്നെ പഠിപ്പിക്കണം. ദൈവം ഒരു പാപത്തിലും വീഴാതെ എല്ലാവരെയും ഈശോ സ്നേഹിക്കുന്ന പോലെ കാണാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ അബിലയിലെ അമ്മ തെരേസ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈശോയുടെ കണ്ണുകളും കൈകളും കാലുകളൊക്കെ ആയിട്ട് പ്രവർത്തിക്കാനല്ലേ പറഞ്ഞേക്കണേ. അപ്പം മറ്റൊരു ക്രിസ്തുവായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്നെ എപ്പോഴും പരിശ്രമിക്കാറുണ്ട് അൽഫോൻസ. അതെ, എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഡാർലിക്ക് യേശുവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കുന്നത് അത് വലിയൊരു ഭാഗ്യമാണ്.
ഇതാണ് നമ്മൾ നമ്മുടെ ജോലി മേഖലയിൽ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ പ്രവർത്തനത്തിലൂടെ കൊടുക്കുന്നത്. ഇത് ഡാർലിക്ക് തീർച്ചയായിട്ടും സാധ്യമാകുന്നുണ്ടല്ലോ. ഈശോയുടെ വലിയ കാരുണ്യത്താൽ അത് ഒത്തിരി സാധിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഓർക്കുന്നു, ഒരു സമയം ഒരിക്കൽ ഞാൻ വാർഡിൽ ഒക്കെ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ്, ഒരു അക്രൈസ്തവനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹത്തിൻ്റെ അടുത്ത് വരെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവർ കുടുംബമൊക്കെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമൊക്കെ കൊച്ചിനോട് ചോദിച്ചു, ഡോക്ടറാണ്, അപ്പോൾ ഞാൻ ആ വ്യക്തി കൊച്ചോട് ചോദിച്ചു. അപ്പോൾ എന്നെ കാണും മിക്കവാറും പുള്ളി എന്നോട് സംസാരിക്കാതെ ഒക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി ഈശോ എന്നോട് പറഞ്ഞു, മോളെ നീ അവർക്ക് വേണ്ടി ഒരു വിശ്രവാന ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇത് കേട്ട ദിവസം തൊട്ട് ആ കൊച്ചിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു എന്നോട് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഞാനതെല്ലാം ഉപേക്ഷിച്ചു കേട്ടോ, ഞാൻ കംപ്ലീറ്റ് അത് വേണ്ടാന്ന് വിചാരിച്ചു എന്ന് പറയുകയും അതിനുശേഷം വേറൊരു വ്യക്തിയെ വിവാഹം കഴിക്കുകയും വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ കഴിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. അതുപോലെ ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അവർ കുടുംബജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയമാണ്. എന്നോട് വന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, ചേച്ചി ഞാൻ ഡിവോഴ്സിന് വേണ്ടി പൂർണ്ണമായിട്ടും തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചേച്ചിയിലൂടെ ഈശോ എന്തെങ്കിലും സംസാരിക്കും, എന്ത് സംസാരിക്കുന്നു അതുപോലെ ചെയ്യാനായിട്ടാണ് ചേച്ചി ഞാൻ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മോളോട് പറഞ്ഞു, മോളെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് ഈശോ പറയുന്നത്. നമുക്ക് ഈശോയുടെ കൂടെ പ്രാർത്ഥിക്കാം മോളെ. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥനയിലൂടെ മോളെ ആ വ്യക്തിയെ കൂടി ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, കൂടെ ദൈവം തന്നിരിക്കുന്ന വ്യക്തിയെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ വിവാഹം എന്ന കുദാശയിലൂടെ നമ്മളെ ഒരുമിച്ച് ചേർത്തേക്കണേ. ഇന്ന് 10-15 വർഷമായിട്ട് 2-3 കുട്ടികളുണ്ട്. അവർക്ക് വളരെ സന്തോഷത്തോടെ അവർ സന്തോഷമായിട്ട് കഴിയുന്നു. മിക്കവാറും അവിടെ അവർ നമ്മൾ കാണുകയും നമ്മൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നതാണ് ഫ്രണ്ട്സ്. ഡാർലി, ഇത്രയും ദൈവ ശുശ്രൂഷയിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അൽഫോൻസ, ഞാൻ പറഞ്ഞല്ലോ 27 വർഷമായി ഞാൻ വിവാഹം കഴിഞ്ഞിട്ട്. ഹസ്ബൻഡ് അന്ന് മുതൽ ആൻ്റണി സൗദിയിലാണ്. എല്ലാ വർഷം വരികയും 6 മാസം ഇവിടെ നിൽക്കാറുമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ വിശ്രവാനങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റാറില്ല അൽഫോൻസ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു വിശ്രവാനം പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ ദിവസങ്ങളിലും വിശ്രവാനിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ പറ്റുന്ന പോലെ കൂതാശകളിൽ കുമ്പസാരങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യാറുണ്ട്. അതൊരു ഞാൻ പറഞ്ഞല്ലോ ആൻ്റണി എന്നാണ് പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്യൂസ്ഡേ സെൻറ്റ് ആൻറ്റീസ് ഡേ ആയതുകൊണ്ടും അതൊരു വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ വരുന്ന സമയങ്ങളിൽ എല്ലാ മാസവും ഒരു നൈറ്റ് വിജിൽ പോലും നഷ്ടപ്പെടാതെ എല്ലാ നൈറ്റ് വിജിലും പങ്കെടുക്കാറൊക്കെയുണ്ട്. മിക്കവാറും തന്നെ പ്രാർത്ഥിക്കാൻ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഒക്കെ വരുമ്പോൾ ഹസ്ബൻഡിന് ഒത്തിരി പൂർണ്ണമായിട്ട് ഒത്തിരി സന്തോഷത്തോടെ വലിയൊരു സന്തോഷവും ഒരു സപ്പോർട്ടും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മോളും, ഞാൻ പറഞ്ഞല്ലോ ട്രിവാൻഡ്രത്ത് പഠിക്കുകയാണ്. മോളും ദൈവകൃപയാൽ നല്ലൊരു കൊച്ച്, വളരെ വിശ്വാസത്തിൽ കൂതാശകളിലൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണ്. അതെ, ആത്മാക്കളെ നേടാനുള്ള ഡാർലിയുടെ ആ ഒരു തീഷ്ണത അത് തീർച്ചയായിട്ടും ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനായിട്ട്. സോ മേ അവർ ഫീറ്റ് ജേർണി ടുഗദർ ടു ഗെയിൻ സോൾസ് ഫോർ ഹെവൻ. ആമേൻ. ഈ ഒരു നേഴ്സിലൂടെ ദൈവം ലോകത്തിലേക്ക് ചൊരിയുന്ന അനേകം നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ഒരു കൃപ, ഈ ആത്മാക്കളെ നേടാനുള്ള ഈ തീഷ്ണത, ഇത് അനേകം നഴ്സുമാരിലേക്ക് ചൊരിയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധിയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.